ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി, അതായത് ഞങ്ങളെ ഈ സ്ഥലത്ത് ഇങ്ങനത്തെ മലയാള പടങ്ങളൊക്കെ എത്താൻ കുറച്ച് ലൈറ്റ് ആവും. അപ്പോൾ ഇപ്പൊ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച എത്തി. അപ്പോൾ ഇന്നും പോയി കണ്ടു. പടം എങ്ങനെയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ്, കോമഡി, അവസാനം കുറച്ച് സെന്റിമെന്റ്. അപ്പൊ ദിലീപിന്റെ ലാസ്റ്റ് ഒരു പവി ക്യാരക്ടർ കണ്ടിട്ട് എന്ത് കാട്ടിക്കൂട്ടലായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു അടിപൊളി മൂവി ആയിരുന്നു. പിന്നെന്താ പറയാനുള്ള കുറെ പേര് ഡിഗ്രേഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടു. നല്ല പിന്നെ ഇതിലൊരു പിയാനോ മ്യൂസിക് ഉണ്ട്, ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഇടയിലിങ്ങനെ വരും. അത് നമുക്കൊരു ഭയങ്കര വല്ലാത്ത ഫീലാണ്. പിന്നെ ഇതൊരു എങ്ങനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ഓഫ് ജോസഫ് എന്നുള്ള മൂവീനെ അതേപോലൊക്കെ, എന്നാൽ ആ മൂവിയല്ല പക്ഷെ അതേപോലൊക്കെ ഉള്ളൊരു ഇതായിട്ട് അങ്ങനെ ഭയങ്കര ഒരു കോമഡി, അതേപോലെ തന്നെ കുറച്ച് സെന്റിമെന്റൽ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ദിലീപിന്റെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കുറച്ച് ലൈറ്റ് ആയി പോയി. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. പിന്നെ പിന്നെ ചില ആൾക്കാർ പറയും ഞാൻ ഡിഗ്രേഡ് കാണാതിരിക്കുന്നവരോട് അല്ലെങ്കിൽ കാണാതിരിക്കുന്നവരോടൊന്നും പറയില്ല. കാരണം അതൊരു നമുക്കൊരു ഭയങ്കര ഒരു സെന്റിമെന്റലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു മൂഡൊക്കെ ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോയി കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ചിരിയോട് ചിരിയാണ്, ഇന്റർവ്യൂവിൽ കഴിയുന്നോട് ചിരിയോട് ചിരിയാണ്. പിന്നെ ഓരോ സ്റ്റേജ് ആയിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോമഡിയുടെ ആ ഒരു ലെവലുണ്ടാകും, ആ പീക്ക് ലെവലിൽ ഒരു മടുപ്പിക്കാത്ത, പിന്നെ കുറെ മെസ്സേജുകൾ തരുന്നുണ്ട്. അങ്ങനെ കേട്ടു. പിന്നെ സോങ്സ് കാര്യമായിട്ടൊന്നും നല്ലതായിട്ട് തോന്നില്ല. എന്നാലും കുറെ വ്ളോഗർമാർക്കിട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ വിധത്തില് എല്ലാം ചവറും കൂടി മാറി എറിയുന്ന ഒരു വ്ളോഗറൊന്നുമില്ല. ഇടയ്ക്കൊക്കെ വരും. അതുകൊണ്ട് തന്നെ പറയും നീ എന്തിനാണ് ഈ വ്ളോഗിങ്, നല്ല ബെനിഫിറ്റ് ഉണ്ടോ. സംഭവം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, ഒരു പാഷന് വേണ്ടിയിട്ട് വ്ളോഗ് ചെയ്യുന്നത് മാത്രം. കാരണം നമുക്ക് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ.